ഹലോ നമസ്കാരം, രഞ്ജിത്ത്. 2025 നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബിസിനസ് ഐഡിയകളാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. സ്പെസിഫിക് ആയി പറഞ്ഞാൽ 3 ബിസിനസ് ഐഡിയകൾ. ഞാൻ ഒരു കാര്യം വളരെ ഉറപ്പിച്ച് പറയാം, വളരെ ഫോക്കസ്ഡ് ആയി ചെയ്തു കഴിഞ്ഞാൽ 2025 മുതൽ 2030 വരെയുള്ള ഏകദേശം 5 വർഷത്തോളം നല്ല ഗ്രോത്ത് കാണിക്കാൻ സാധ്യതയുള്ള 3 സാധ്യതകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായി ചെയ്താൽ ഇത് വിജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോ കൃത്യമായിട്ടുള്ള ഒരു ഫോക്കസോ ഇംപ്ലിമെന്റേഷനുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയോ ഒന്നും നിങ്ങൾക്കില്ലെങ്കിൽ എത്ര നല്ല ഐഡിയ നിങ്ങളെടുത്ത് ചെയ്താലും വിജയിച്ചില്ല എന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ പറഞ്ഞ ഐഡിയ ആണ്, ഞാൻ ചെയ്ത് വിജയിച്ചില്ല എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഈ ഐഡിയകൾ നല്ലതാണ്, നിങ്ങൾക്ക് അതിനകത്ത് പാഷനൊക്കെ ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ബിസിനസ് ഐഡിയയിലേക്ക് കിടക്കുകയാണ്. ആദ്യത്തെ ബിസിനസ് ഐഡിയ ഡെഫിനറ്റ്ലി വെൽനസ് സെഗ്മെന്റിലാണ്. വെൽനസ് എന്ന് പറയുന്ന സെഗ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, വളരെയധികം ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 5 വർഷത്തിൽ ഗ്രോത്ത് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ, വെൽനസിൻ്റെ സിറ്റുവേഷൻ, ആളുകൾ ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കുന്നു എന്നുള്ളതാണ്. നല്ല അവെയർനെസ് വെൽനസിനെ കുറിച്ച് ആളുകൾക്കുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ചെക്ക് ചെയ്യുക, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ചെക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ആളുകൾക്കൊരു ശീലമായിട്ടുണ്ട്. അതായത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇങ്ങനെയുള്ള ബേസിക് സ്റ്റാറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ശീലമാണെങ്കിലും ഒരു പുഷില്ലാതെ ആളുകൾ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വീട്ടിലേക്ക് എത്തിച്ചിട്ട് ഇപ്പോൾ ഒരു സബ്സ്ക്രിപ്ഷൻ മോഡലിലേക്ക് ഇതിനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അത് അവരുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും ഒരു സബ്സ്ക്രിപ്ഷൻ മോഡലിൽ എല്ലാ മന്തിലും ആളുകൾക്ക് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന തരത്തിലൊരു സബ്സ്ക്രിപ്ഷൻ മോഡൽ വർക്ക് ചെയ്തുകൊണ്ട് ഒരു പഞ്ചായത്തിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാം, വെൽനസ് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു രോഗത്തെ മുൻകൂട്ടി നിർണ്ണയിക്കുന്ന രീതിയിലാണ് വെൽനസ് ക്ലിനിക്ക് വേണ്ടത്. ഒരു ലബോറട്ടറി അല്ല, ഒരു വെൽനസ് ക്ലിനിക്കാണ്. ഒപ്പം തന്നെ ചിലപ്പോൾ ചില വൈറ്റമിൻസിൻ്റെ മിനറൽസിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അത്തരത്തിലുള്ള സാധനങ്ങൾ സപ്ലിമെൻ്റ് ചെയ്യാനുള്ള സംവിധാനം കൂടി ആയിക്കൊണ്ടുള്ള ഒരു നൈസായിട്ടുള്ള ഒരു ക്ലിനിക്ക്. അവിടെ ഒരു ഡയറ്റീഷ്യൻ്റെയോ അല്ലെങ്കിൽ ഡയബറ്റിക്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെയോ ഒക്കെ സേവനം കൂടി ഉണ്ടെങ്കിൽ, കുറച്ചുകൂടി ഒരു ന്യൂട്രീഷനിസ്റ്റിൻ്റെയോ ഒക്കെ സേവനം ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇത് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, അടുത്ത 5 വർഷത്തേക്ക് ഇയർ ഓൺ ഇയർ അത്യാവശ്യം നല്ല ഗ്രോത്ത് കാണിക്കാൻ സാധ്യതയുള്ള ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഇതിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ ഉണ്ടാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഷുവർ ഷോർട്ട് ബിസിനസ്സാണ്. എത്ര ആളുകളുണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോഴും അതിനകത്ത് സർവീസ് വളരെ മോശമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെൽനസ് ക്ലിനിക്കുകൾ, അതും കൃത്യമായിട്ട് ആളുകളുടെ ടെസ്റ്റുകൾ നടത്തി അതുമായി ബന്ധപ്പെട്ട് ന്യൂട്രീഷൻസും മിനറൽസും സപ്ലിമെൻസും ഒക്കെ കൊടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് ആദ്യത്തെ ബിസിനസ് ഐഡിയ. രണ്ടാമത്തെ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത്, കുട്ടികൾ ഇപ്പോൾ ഒരു പ്രശ്നമാണല്ലോ. അതായത് കുട്ടികളല്ല പ്രശ്നം, മാതാപിതാക്കളാണ് ആക്ച്വലി പ്രശ്നം. കാരണം നമുക്ക് സമയമില്ല. മിക്ക മാതാപിതാക്കളും 2 പേരും ജോലിയിലാണ്, കുട്ടികളെ നോക്കാൻ സമയമില്ല അവർക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവർ വളരെ മെക്കാനിക്കലായിട്ട് വളർന്നു വരുന്നവരാണ്. അവർക്ക് ലൈഫിനെ കുറിച്ച് അറിയില്ല, ഒരു ലാർജർ വേൾഡിനെ കുറിച്ച് അവർക്കറിയില്ല. വളരെ സ്പെസിഫിക് ആണ്, അവർ ടണൽ വിഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു പാരലൽ എഡ്യൂക്കേഷൻ കൂടി കൊടുക്കാം, ട്യൂഷൻ കൊടുക്കാം. ഒപ്പം തന്നെ അവർക്കൊരു പാരലൽ എഡ്യൂക്കേഷൻ കൂടി കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഹബ്ബുകൾ. അപ്പോൾ ട്യൂഷൻ ക്ലാസ്സുകൾ എന്ന് പറയാൻ പറ്റില്ല, ഇഷ്ടംപോലെ വളർന്നു വരുന്നുണ്ട് ട്യൂഷൻ ക്ലാസ്സുകൾ. അതല്ലാതെ ട്യൂഷൻ്റെ ഒപ്പം തന്നെ കുറച്ചുകൂടി ലൈഫ് സ്കിൽസും മറ്റുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു 360 ഡിഗ്രിയിൽ കൊടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനും റെസിഡൻഷ്യൽ ആയിട്ടുള്ള സംവിധാനങ്ങൾക്കുമൊക്കെ വലിയ സാധ്യതകൾ ഉണ്ട്. ആ സാധ്യതകൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റിൽ ആക്ച്വലി എല്ലാവരും ഈ ആപ്പിൻ്റെയൊക്കെ പിറകിൽ പായുമ്പോൾ ഞാൻ പറയുന്നത്, അതിനൊരു ടെക്നിക്കൽ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാതെ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെ വലിയ സാധ്യതകൾ ഓരോ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ബേസ് ചെയ്തുമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നത്. മൂന്നാമത്തെ ഐഡിയ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള ഐഡിയ ആണ്. പക്ഷെ ഞാൻ ഈ അടുത്ത 5 വർഷത്തെ ഗ്രോത്ത് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് ജെറിയാട്രിക് സർവീസസ് ആണ്. ജെറിയാട്രിക് സർവീസസ് എന്ന് പറയുമ്പോൾ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകൾക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സ്. പണ്ട് കാലത്ത് പ്രായമായി കഴിഞ്ഞാൽ ആൾക്കാർക്ക് എക്യുപ്മെൻ്റ് ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവില്ല.
അല്ലെങ്കിൽ അവരത് ഉപയോഗിച്ചൊന്നും ശീലമില്ലല്ലോ. ഇന്നത്തെ കാലത്ത് ടി വി ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണ്, അപ്പോൾ ടി വി കുറച്ചുകൂടി നന്നായി കാണണമെന്ന് തോന്നും. മൊബൈൽ ഉപയോഗിച്ചവരാണ്, മൊബൈൽ കുറച്ചുകൂടി നന്നായി ഉപയോഗിക്കണം എന്ന് തോന്നും. അപ്പോൾ ഈ ജെറിയാട്രിക് ലെവലിലുള്ള പലതരത്തിലുള്ള ഡിവൈസസ് ഇറങ്ങുന്നുണ്ട്. അവർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട്, കുറച്ചുകൂടി വലിയ അക്ഷരത്തിൽ കാണാൻ പറ്റുന്ന, കുറച്ചുകൂടി ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന കസേരകൾ, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് സപ്പോർട്ടൊക്കെ ഉള്ള പലതരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ, വോക്ക് ചെയ്യാൻ അവർ കുറച്ചുകൂടിയും എളുപ്പത്തിൽ ആക്കുന്ന തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള ജെറിയാട്രിക് ഇൻസ്ട്രുമെൻറ്റുകൾക്കും എക്യുപ്മെൻറ്റുകൾക്കും വലിയ സാധ്യതയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ട്രേഡിങ്ങിനുള്ള സാധ്യത കൂടി വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ജെറിയാട്രിക് ഹെൽപ്പ് ഹബ്ബുകൾ, അതായത് അവരുടെ തോട്ട്സ് കുറച്ചുകൂടിയും പോസിറ്റീവ് ആക്കാൻ. ജെറിയാട്രിക് എന്ന് പറയുമ്പോൾ പ്രായമാകുമ്പോൾ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നെഗറ്റിവിറ്റിയിലേക്ക് പോകും. ഇനിയിപ്പോൾ ജീവിച്ചിട്ടൊന്നും കാര്യമില്ല എന്നുള്ള ഫീൽ ഉണ്ടാവും. പൊതുവെ നമുക്ക് സമൂഹം നമ്മൾ അംഗീകരിക്കുന്ന രീതി, കാണുന്ന രീതിയൊക്കെ ഒന്ന് മാറിത്തുടങ്ങും. അപ്പോൾ അതിനെയൊക്കെ ഒന്നൊരു പോസിറ്റീവ് മോഡിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ജെറിയാട്രിക് ഹബ്ബുകൾ വളരെ നല്ലതാണ്. അതും ഈ പറഞ്ഞ പോലെ ജോഗ്രഫി വൈസിൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് ഭയങ്കര ഗ്രോത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതും വലിയ സാധ്യതയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾക്ക് കൃത്യമായ മോഡൽ ഉണ്ടാക്കുക, റവന്യൂ മോഡലുകൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കണക്ട് ചെയ്യാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാക്കാം. നമ്മൾ പലതരത്തിൽ പ്ലാനുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ആക്ഷൻ പ്ലാൻ മാത്രമൊക്കെ മതിയെങ്കിൽ നമുക്കൊരു 50,000 രൂപയ്ക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. പക്ഷേ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലാനൊക്കെ ആണെങ്കിൽ ഒരു 3-3.5 ലക്ഷം രൂപ വരെ വരും ഇതുണ്ടാക്കാനായിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 3.5 ലക്ഷം രൂപയ്ക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കിയാൽ പിന്നെ അത് പോയി വെറുതെ അത് നോക്കി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അത്രയും സ്പെസിഫിക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വലിയ തോട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളെ കണക്ട് ചെയ്യാം. അടുത്ത ലെവലിലേക്ക് ബിസിനസ്സിനെ കൊണ്ടുപോവുകയും ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.